പാക് അധീന കശ്മീരിൽ വലിയ രീതിയിലുള്ള സംഘർഷം നടക്കുകയാണ്. ഈ സംഘർഷത്തിൽ നിന്നും വഴിതിരിക്കാനായി ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം പാകിസ്ഥാൻ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മുടെ ഇന്റലിജൻസ് വിഭാഗം പുറത്തുവിട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അമർനാഥ് യാത്ര നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അമർനാഥ് യാത്ര തീർത്ഥാടകരെ ആക്രമിക്കുക, അതിലൂടെ പാക് അധീന കശ്മീരിന്റെ ആ ഒരു വിഷയം അടിച്ചമർത്തുക, അല്ലെങ്കിൽ ലോക ശ്രദ്ധ അതിൽ നിന്ന് തിരിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ സുരക്ഷയാണ് അമർനാഥ് യാത്രയ്ക്ക് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോഴിതാ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വെള്ളിയാഴ്ച ആരംഭിക്കാനിരിക്കുന്ന അമർനാഥ് യാത്രയെക്കുറിച്ച് ജമ്മു കശ്മീർ ഭരണകൂടം കർശനമായിട്ടുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത തീയതിക്ക് മുൻപ് ഒരു തീർത്ഥാടകനെയും പുണ്യ ഗുഹാക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്ന് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച എല്ലാ തീർത്ഥാടകരും അവരുടെ നിയുക്ത യാത്രാ സമയക്രമം കർശനമായി പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്ക് ഒരു ഔപചാരിക അഭ്യർത്ഥനയും ഇപ്പോൾ നൽകിയിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. തീർത്ഥാടനത്തിലുടനീളം സുരക്ഷ, ജനത്തിന്റെ നിയന്ത്രണം, ലോജിസ്റ്റിക്കൽ ക്രമം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള വ്യക്തമായ മാനേജ്മെന്റ് നടപടിയായി ഈ നിർദ്ദേശം പ്രവർത്തിക്കുന്നു. പങ്കെടുക്കുന്നവർ അവരുടെ നിശ്ചിത ഊഴത്തിനായി കാത്തിരിക്കണമെന്നും നേരത്തെ എത്തുന്നത് ഒഴിവാക്കണമെന്നും അധികാരികൾ വ്യക്തമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ സ്ഥിരീകരിച്ച അപ്പോയിന്റ്മെന്റ് മറികടക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. ഇമ്പോർട്ടന്റ് നോട്ടീസ് ഫോർ ശ്രീ അമർനാഥ് ജി യാത്ര 2026 പിൽഗ്രിംസ് എന്ന പേരിലാണ് ഈ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഭീകരാക്രമണ ഭീഷണി കൂടെ നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ജമ്മു കശ്മീർ സർക്കാരും ഇതിൽ കൂടുതൽ സുരക്ഷ അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.